മോരൊഴിച്ചൊരു മീൻപീര നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതോ കഴിച്ചിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടായിരുന്നു. എന്നോട് ഇതിങ്ങനെ പറഞ്ഞു തന്നപ്പോൾ തന്നെ എനിക്കൊരു കൗതുകമായിരുന്നേ. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇല്ലേ അടിപൊളി. അപ്പോൾ പിന്നെ നിങ്ങളെ കൂടെ ഇത് കാണിക്കണ്ടേ, അങ്ങനെയാണ് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. വാളംപുളിയോ കൊടംപുളിയോ മറ്റു പുളികളൊന്നും ചേർക്കാതെ മോരൊഴിച്ച് മീൻപീര സൂപ്പർ ടേസ്റ്റ് ആട്ടോ. കുഞ്ഞുമത്തിയാണ് അവർ പറഞ്ഞിരുന്നത്, പക്ഷെ നമുക്കിപ്പോൾ നല്ല മുട്ടയുള്ള സമയമല്ലേ, അപ്പോൾ പീര വയ്ക്കാനും നല്ലതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ മത്തി എടുത്തു. ഇത് വെച്ചിട്ട് ഒരു പീരയാണേ. അതിനകത്ത് നമ്മൾ പുളിക്ക് പകരം എന്താ ചേർക്കുന്നതെന്നറിയോ? ഇതാ മോര. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. ആദ്യം തന്നെ മത്തിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, 8-10 മത്തിയേ ഉള്ളൂ. ഇതിനെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാം, എന്നിട്ട് ബാക്കി പറഞ്ഞുതരാം. കുഞ്ഞമ്മത്തിയാണ് ഒന്നും കൂടെ നല്ലത് കേട്ടോ. പക്ഷേ ഈ മുട്ട ഉള്ളതുകൊണ്ട് എനിക്കിത് ഒരു വലിയ ഇഷ്ടം തോന്നി. മീനൊക്കെ രണ്ടായിട്ട് മുറിച്ചു. എന്നിട്ട് നമുക്കൊരു ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാവേ. അതിനകത്തോട്ട് ഒരിച്ചിരി കറിവേപ്പില, ഒരു പച്ചമുളക്. ഒരു പച്ചമുളക് ഇടാറില്ല, മുളക് പൊടിയാണ് ഇടാറ്, പക്ഷേ എനിക്കൊരു പച്ചമുളക് വേണമെന്ന് തോന്നി. ഇതാ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, മുളക് പൊടി എരിവിന് പാകത്തിന് ഇട്ടോ കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ, പാകത്തിന് ഉപ്പ്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്നാണെന്നറിയോ? മോരിനകത്താണ് ഇത് വേവിക്കുന്നത്, പുളിക്ക് പകരമേ. അപ്പോൾ അതാ മോരൊഴിച്ചു കൊടുത്തു. ഒരു നുള്ളു വെള്ളം കൊണ്ട് ഒഴിക്കാം. ഇനി മൂടി വെച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ആ സമയത്ത് ചവൊക്കെ ഒന്ന് ഓൺ ചെയ്യാവേ. ആ സമയത്ത് ഇതാ ഒരു മുറി തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തോണ്ട് വരാം. മൂടി വെച്ച് മീനൊന്ന് വെന്തോട്ടെ. നമ്മൾ വെളുത്തുള്ളിയും തേങ്ങാപ്പീരയും കൂടെ ഇതാ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മീൻ കണ്ടോ കുറച്ച് വറ്റാനുണ്ട്. ആ സമയത്ത് നമുക്കിതാ തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് ആവി കയറിക്കോട്ടെ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനിയുള്ള പരിപാടി എന്നാന്നറിയോ? പച്ചക്കറിവേപ്പില അങ്ങോട്ട് ഊരിയിടുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. രണ്ട് മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് തുറക്കാവേ. കണ്ട മോരൊഴിച്ച് മീൻപീര ഉണ്ടാക്കാത്തവരാണെങ്കിൽ മത്തി വെച്ചിട്ട് നല്ല മത്തി കിട്ടുമ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാ, ഒന്നും പറയാനില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.